ഇങ്ങനെ പുതിയ നമ്മ തോന്നിക്കല്ലേ മൈൻക്രാഫ്റ്റിൽ എങ്ങനെയാണ് നമ്മ നെതറൈറ്റ് ആർമർ ഉണ്ടാക്കാനാണ് ആദ്യം തന്നെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടൂൾ എടുത്ത് വെക്കുക. ഒരു ഗോൾഡ് എടുത്തിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നു. പിന്നെ ഗായ്സ് നമുക്ക് എന്താക്കാം ഓർത്ത് പാസാനം നമ്മ ആദ്യമില്ലേ ഗേസ് ഞാൻ ക്രിയേറ്റീവ് ഒരു സാധനം എടുക്കട്ടെ. സാധനം എടുക്കാൻ ബാക്കിയുണ്ട്. ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ് നെതറൈറ്റ് സ്ക്രാപ്പ്. ആ സ്ക്രാപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇതേ സർവൈവ് ഇതിൽ പോയാലേ നമുക്ക് ആ സാധനം കഴിയും. ബുക്കിൽ പോയാൽ നമുക്ക് ആ സാധനം ആക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാര്യം കാണിച്ചിട്ടാ. കഴിഞ്ഞ നെതറൈറ്റ് ഇതാ ഇങ്ങനെ ഇത് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ബുക്കിൽ പോയാൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ രീതിയാണ് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ വെച്ചാൽ മതി. നമ്മ നെതറൈറ്റ് ഇൻകട്ട് കുറച്ചധികം ആക്കണം. ഫുൾ നെതറൈറ്റ് ആർമർ ആക്കണമല്ലോ. നെതറൈറ്റ് ഇൻകട്ടിയിൽ മൊത്തം ഇൻകട്ട് 16 നിങ്ങൾക്ക് കഴിയും. ഇനി ഇതിൽ പോവാം. ഇതിൽ പോയിട്ട് നമുക്ക് ഇത് മൊത്തം ഇവിടെ വെക്കാം. ഒരു ആർമർ വേണമല്ലേ. ആ ആർമർ അങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. ഏതെങ്കിലും ഒരു ചെറിയൊരു ആർമർ കിട്ടും. ആർമർ ഞാനിപ്പോൾ എടുത്തില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അയൺ ആർമറാണ്. ഇതേപോലെ ഏത് ആർമർ എടുക്കാൻ ഡയമണ്ട് ലെതർ എങ്ങനത്തെ ആർമറാണ് നിങ്ങൾക്ക് എടുക്കുക. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതിനേക്കാൾ നല്ലത് ക്രിയേറ്റീവ് പോയിട്ട് തന്നെ എടുക്കുന്നതല്ലേ. നമ്മളിപ്പം ആ ബുക്ക് കൊടുത്തപ്പാ ബുക്ക് ഇവിടെ വെക്കുക. ഇത് വെക്കുക നെതർ വെച്ച ഡയമണ്ട് തന്നെ വേണം. അപ്പോൾ ഇനി ഏത് ആർമറ ഞാൻ മറന്നു. ഈ ഡയമണ്ട് ആർമറാണ് ശരിക്കും പറയുന്നു വേണ്ടത്. സ്കിപ്പാക്കോട്ടോ, ഞാൻ മുൻകരുതലായിട്ട് മാത്രം ആക്കുന്നു. ഡയമണ്ട് ഇനിയാണ് നോക്കുന്നത്. ഇതിലൊക്കെ നെതറൈറ്റിന് എന്തുകൊണ്ട് നമുക്ക് ആക്കാട്ടെ. ഇതിലൊക്കെ കണ്ടായി നെതറൈറ്റ് ബൂട്ട്സ് നമുക്ക് ആക്കാം. അത് നമുക്ക് പാൻറ് ഇടൊക്കെ നെതറൈറ്റ് പാൻറ് ചെസ്റ്റ് പ്ലേറ്റ് കണ്ടോ. ഇപ്പം ഞാനൊരു കാണിച്ചു തരാം. ഫുൾ നെതറൈറ്റ് ആർമർ. ഇങ്ങനെ നെതറൈറ്റ് ആർമർ ഉണ്ടാക്കല്. ഇനി നമ്മല്ലേ ടൂൾസ് എങ്ങനെ നെതറൈറ്റ് ആക്കണം. ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ടൂൾസ് നെതറൈറ്റ് ആക്കുന്നത്. അതരാം നമുക്ക് ഷോർട്ട് കട്ട് പറയാൻ കേട്ടോ. ഇത് ഈസി ആയിട്ട് ആക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വെക്കും. ഷവൽ കൂടി നോക്കും. നെതറൈറ്റ് കൂടെ വെക്കും.
നെതറൈറ്റിന് സാധനമില്ലാക്കണമെന്നില്ല. ആദ്യം നിങ്ങൾ ആക്കണം എന്തറിയാം, ആർമർ ബിൽഡ് ചെയ്താൽ മാത്രം മതി. ആർമർ ബിൽഡ് ചെയ്താലേ ഈസിയായിട്ടുണ്ടായി. ഡയമണ്ട് ആർമർ ബിൽഡ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യമെല്ലാം നമുക്ക് ആക്കാൻ കഴിയും. കുറച്ച് ഒരു ഡയമണ്ട് മൈനിങ് വേണം, എന്നാലേ എനിക്ക് ഇതാക്കാൻ കഴിയും. കുറച്ചധികം വേണം, സ്റ്റാക്കൊന്നും വേണ്ട, ഒരു 30-40 ഇങ്ങനത്തെ വേണം. നമുക്ക് നെതറൈറ്റ് ടൂൾസ് ഉണ്ടാക്കാം. അപ്പം സ്ക്രാപ്പർ എങ്ങനെയാണ് കിട്ടില്ല, അത് കാണിച്ചുതരാം. സ്ക്രാപ്പറൊക്കെ നമുക്ക് നെതറിൽ പോയാൽ കിട്ടും. നെതറിലേക്ക് പോകാൻ ഒരു ഇതാണ് രണ്ട് വഴിയുള്ളൂ. ഒന്നാമത്തെ ഒന്ന് ലാവ ബക്കറ്റും വേണം, ഒരു വാട്ടർ ബക്കറ്റും വേണം. അതൊക്കെ ലേശം സിമ്പിൾ. ഇല്ലെങ്കിലേ ഒരു നെതറൈറ്റ് പോർട്ടൽ പെരുതിട്ട് പോകണം. ആ പെരുതിട്ട് പോയാലും നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.